നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാനലിൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വീഡിയോ ഏതാന്ന് ചോദിച്ചാൽ പാരൻറ്റിങ് വീഡിയോസാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ വാട്സാപ്പിലേക്കൊക്കെ വന്ന് മെസ്സേജ് വരുന്നുണ്ട്, മാഡം ഈ ഒരു ടീനേജേഴ്സ് പിള്ളേരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാൻ കൂടി ഇഷ്ടപ്പെടുവാണ്. ഞാൻ ലൈഫ് കോച്ച് ഷീജ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ തുടങ്ങുകയും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ ദിവസവും എനിക്ക് തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി പറയാണ്. അപ്പം നമ്മൾക്കൊരു പുതിയൊരു കാര്യം കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മിറായ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് സാരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇപ്പം മിറായ ഡിസൈനിൽ തന്നെ ഒരു മൽക്കോട്ടൺ സാരിയാണ് ഇന്ന് എടുത്തേക്കണത്. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാരീസൊക്കെ മേടിക്കണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ മിറായ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണേ. കാരണം ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എൻ്റെ ഹൃദയത്തോട് ഒത്തിരി ചേർന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കാര്യം ഞാൻ ഈ വളരെ തിരക്കുള്ള ഒരു ബിസിനസ്സൊക്കെ ചെയ്തിങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിച്ചിരുന്നത് എൻ്റെ മക്കൾ വളർത്തുന്നതിനാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതലൊരു റിബലിയസ്റ്റ് പിള്ളേരായിരുന്നു എൻ്റെ രണ്ട് പിള്ളേരും. ഇങ്ങോട്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഇങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ക്രിട്ടിസൈസൊക്കെ ചെയ്യണം, എല്ലാത്തിനും ചോദ്യം ചെയ്യണ പിള്ളേരാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി അവരൊരു ഫ്രണ്ടായിട്ട് മാറി, അവരെ വഴക്ക് പിടിക്കാതെ അവരെ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഇപ്പം എൻ്റെ ഇപ്പം മൂത്ത മോനെ സംബന്ധിച്ച് 27 വയസ്സായവനും, മോൾക്ക് ശരിക്കും 25 വയസ്സായി. അപ്പം ഞാനതൊരു 2012 അവരുടെ ആ ഒരു റിബലിയസ് നേച്ചറൊക്കെ ഏറ്റവും കൂടുതൽ പുറത്ത് വന്ന ആ ഒരു സമയം. അപ്പം അന്ന് തൊട്ട് ഈ ഒരു 14 വർഷത്തെ എൻ്റെ ഒരു ലേണിംഗ് ആണ് മക്കളെ എങ്ങനെ ശരിക്കും സ്ട്രക്ചേർഡായിട്ട് അവരുടെ ഒരു കമ്പാനിയനായിട്ട് എങ്ങനെ മാറാം, വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് അവരെ എങ്ങനെ അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനും എങ്ങനെ അവരുടെ സ്വന്തം കാലിൽ നിർത്താം. ഇതൊരു വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ഇപ്പം എൻ്റെ രണ്ട് മക്കളും അവരുടെ സ്വന്തം കാലിൽ നിന്ന് വളരെ നന്നായിട്ട് സമ്പാദിക്കുകയും വളരെ നല്ല രീതിയിൽ അവരുടെ ലൈഫ് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ദൈവത്തോടും പ്രപഞ്ചത്തോടും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. ആ ഒരു രീതിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ റൈറ്റ് ടൈമിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള തിരിച്ചറിവ്, പല പല പ്രശ്നങ്ങൾ വന്നപ്പോഴാണെങ്കിൽ പോലും അതിലേക്ക് എത്താനായിട്ടുള്ളൊരു നിയോഗം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇന്നും ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ടീനേജേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അതിൽ മേജറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഇതാണ് നമ്മൾ നോക്കണത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ബേസ് ചെയ്യാൻ ഞാൻ പറയണേ. കാര്യം എന്താണെന്നറിയാമോ, ഈ ഒരു 12, 13, 14, 15 വയസ്സിലേക്കൊക്കെ പോണ കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ, അവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. സത്യമാണ്. നമ്മൾ എന്താ പറയണേ, പണ്ടൊക്കെ അവർ നല്ല അനുസരണയുടെ പിള്ളേരായിരിക്കും. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹിച്ച് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞ് ഈ ഒരു ഏജ് വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല ഇവന്മാർക്ക് എന്താ തലതിരിഞ്ഞ് പോയോ, ഇവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. ഇത് നമുക്ക് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വന്നൊരു പീരീഡാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വലുതായി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പിള്ളേരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ട്, അവരുടെ സ്വഭാവം മാറ്റുന്നുണ്ട്, അവരുടെ രീതികളെല്ലാം മാറുന്നുണ്ട്. അപ്പം ഈ മാറിയ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മളാണ്. നമ്മളെ ചിന്തകൾ മാറണം, കാഴ്ചപ്പാട് മാറണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി, അവരോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ മാറ്റിയാൽ മാത്രമേ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നല്ലൊരു കണക്ഷൻ കൊണ്ടുവന്ന് നമുക്ക് അവരുടെ കാലിൽ നിർത്തി അവരെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ എപ്പോഴും ഈ ടീനേജ് കുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കൺട്രോൾ ചെയ്യലല്ല, ഇതൊരു കണക്ഷനാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എത്ര കൺട്രോൾ ചെയ്യണോ അത്രയും അവർ നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകും. അവരെ എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ഫ്രണ്ട്സും ഈവൻ ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾക്കാണ് നഷ്ടമായിട്ട് പോണേ. അവരൊരു റോങ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഇൻഫ്ലുവൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് കരയേണ്ട ഒരവസ്ഥ ആർക്കുണ്ടാവും?
പാരൻസിനുണ്ടാവും. അപ്പോൾ ഈ ഒരു 13+ അല്ലെങ്കിൽ 12+ലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിള്ളേരെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺട്രോൾ ചെയ്യണ ആ ഒരു സ്വഭാവം നിർത്തിയിട്ട് അവരെ ഗൈഡൻസ് കൊടുക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ടത്, നീ എവിടെ പോകണു, നീ എന്താ ചെയ്യണേ, ഇങ്ങനെ നമ്മൾ അവരുടെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ നോക്കണ ലെവലിലേക്ക് വന്നാൽ പിള്ളേർക്കൊരു ശ്വാസം മുട്ടൽ വരും. ആ പിള്ളേർ പിന്നെ നമ്മളോടൊന്നും പറയൂല. അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്ന എത്ര നമ്മൾ കൺട്രോൾ ചെയ്യണോ അത്രയും അവർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. കാര്യം പിള്ളേർക്ക് ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ മൂടി പിടിച്ച്. നമ്മളുടെ ആ ഒരു ഫ്രീഡമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും അവരുടെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് മാറാനും ഒക്കെ പാരൻസ് മാറുക എന്നുള്ളതാണ് പിള്ളേർ ഈ ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ, കുഞ്ഞുങ്ങളാണ്, അവർ ജീവിക്കുമ്പോൾ വീഴും, തെറ്റുകൾ വരുത്തും, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ തെറ്റുകൾ വരുത്തിയാലും അവർക്ക് ആ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കാനും ആ തെറ്റുകൾ വീണ്ടും വരുത്താതെ ഒരു മൂല്യത്തോടെ പോകാനായിട്ടുള്ള ഒരു കഴിവ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം മുഴുവൻ അച്ഛനും അമ്മയും ചുമന്ന് വരുമ്പോൾ അവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ത് പ്രോബ്ലം വന്നാലും അച്ഛനും അമ്മയും സോൾവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് നമ്മളുടെ മുമ്പിൽ തന്നെ ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഓരോ പാരൻസും ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തെറ്റിൽ നിന്ന് എങ്ങനെ ഒരു ശരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലേക്കാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ മോൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. പോയി ഐ തിങ്ക് ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറായി. അപ്പോൾ ഇവന് പഞ്ചറായി, അവനിങ്ങനെ പെട്ടുപോയി പെരുമ്പാവൂരോ എവിടെയോ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവനിങ്ങനെ വിളിച്ചു, എൻ്റെ വണ്ടി പഞ്ചറായേക്കുവാണ്, ഇതിങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അവർ ഇങ്ങനെ മൂവ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു 11 ആയി. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവന് ഇതുവരെ 11 o'clock വരെ ഒന്നും അങ്ങനെ ആവാറില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നു. അവൻ അന്ന് വേറെ എങ്ങനെയോ ആരെയൊക്കെ ആയിട്ട് നടന്നു പോയി, അവർ ആളെയൊക്കെ വിളിച്ച് പഞ്ചർ ഒട്ടിച്ച് എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ആക്കി തിരിച്ചു വന്നപ്പോൾ 2 മണിയായി. അപ്പോൾ ഈ ഒരു 2 o'clock വരെ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കാണ് അവൻ തിരിച്ചിവിടെ എത്തിയത്, ഈ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നപ്പോഴും. അപ്പോൾ ഞാൻ അന്നപ്പോൾ അവനോട് ഞാനിങ്ങനെ പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണതിനൊന്നും കുഴപ്പമില്ല, പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ നീ ഒരു ഇൻറ്റിമേറ്റ് ചെയ്ത് പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർലി നീ വന്ന സമയം 9 മണിയാണ്, അതിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അറിയിച്ചിരിക്കണം. പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള രീതിയിൽ വണ്ടി ഒരു പഞ്ചറാവുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലൊക്കെ പെടുവാണെങ്കിൽ അപ്പം തന്നെ നമ്മളെ വിളിച്ച് ഇൻറ്റിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ, ഒന്ന് ഈ വണ്ടിയൊക്കെ കൊടുത്ത് വിടുന്നു, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ബേസ് ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് അത് സോൾവ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നീ എടുത്തൊരു എഫേർട്ട് വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളെ വിളിച്ചറിയിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും, സേഫായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് മൂവ് ചെയ്യുമ്പോൾ പോലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഫസ്റ്റ് കോള് എനിക്കോ ജയ്മോനോ പറഞ്ഞ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഒറ്റ റീസണിന് ശേഷം ശരിക്കും ഏത് സ്ഥലത്ത് പോയാലും വളരെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യും, ഏത് സമയത്ത് ഇൻറ്റിമേറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യും, വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യണ ലെവലിലേക്ക് മാറാൻ തുടങ്ങി. അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ തെറ്റുകൾ വരാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്താൽ പോലും എന്താണ് വേണ്ടത് എന്നൊരു ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിയ, പിന്നെ പിള്ളേർ ആ മിസ്റ്റേക്ക് ചെയ്യില്ല. പക്ഷെ എന്തിനിത് ചെയ്തു, ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടൊരു വഷളാക്കിയിരുന്നെങ്കിൽ ഞാനും അവനും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരെ വിശ്വസിക്കണം, അവർക്കൊരു ഇങ്ങനെ ഫുള്ളായിട്ട് അവരെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കുന്നതിന് പകരം
നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്, നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നീ മിടുക്കനാണ് എന്ന് നമ്മൾ അവരോട് ആ ഓരോ സിറ്റുവേഷനിലും നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ടും നമ്മളുടെ ആ ഒരു റെസ്പെക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരാൻ ഇത് മനസ്സിലാക്കുക. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് തെറ്റ് മനസ്സിലാക്കാനും ആ തെറ്റ് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു കേപ്പബിലിറ്റീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അഡ്വൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ അഡ്വൈസ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ കുഞ്ഞിനെ കേൾക്കാൻ പഠിക്കുക എന്നുള്ളത്. പല വീടുകളിലും പാരൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പിള്ളേർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആദ്യം കേൾക്കാൻ റെഡിയാവേണ്ടത് പാരൻസാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ള ലെവലിലേക്ക് റെഡിയാവാൻ തുടങ്ങുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മൾ അവരെ കേൾക്കാൻ തുടങ്ങിയാൽ നമ്മളെ അവരും കേൾക്കാൻ തുടങ്ങും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം എവിടെയാണ് തുടങ്ങണേ? നമുക്ക് ആർക്കും ഉപദേശം ഇഷ്ടമല്ല. നമ്മളുടെ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമാവുമോ? അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അവർക്കും എന്തായിരിക്കും സംഭവിക്കണേ? അവർക്കും അങ്ങനെ ഉപദേശിക്കുന്നത് അത്ര ഇഷ്ടാവില്ല. അപ്പം നമ്മൾ അവർ പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് ലോജിക്കലാവണമെന്നില്ല, നമ്മൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു റെലവൻസും തോന്നണമെന്നുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അവരെ ഹേർട്ട് ചെയ്യാതെ അവരെ മനസ്സിലാക്കാനും അവരെ കേൾക്കാനും കുറച്ച് നമ്മൾ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് പറയാം, എടാ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കി ഈ ട്രാൻസ്ഫോർമേഷൻ വരണത് എവിടെയാണെന്നറിയാമോ? ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ഒരു ഫോഴ്സ് ചെയ്തിട്ടോ അടിച്ചിട്ടോ അല്ല കൊണ്ടുവരേണ്ടത്. അപ്പം ഇത് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള മനസ്സിലാക്കലിൽ നിന്നാണ്. അപ്പോൾ കുഞ്ഞിന് അച്ഛനും അമ്മയുമായിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാൻ പറ്റിയ പിള്ളേരെ ഒന്നിനും ഫോഴ്സ് ചെയ്യണ്ട, അവർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഇതായിട്ട് പറഞ്ഞതെന്നറിയാമോ? എൻ്റെ 2 മക്കളും അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരാവശ്യമുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് എടുക്കാൻ ഞങ്ങൾ 2 പേരെയും വിളിക്കും. ഇപ്പോൾ കരോളാണെങ്കിലും അനീറ്റയാണെങ്കിലും വളരെ ഏത് കാര്യങ്ങൾക്കും അവർ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. കാര്യം എന്താ? അവരെക്കാൾ കൂടുതൽ ഓണം ഉണ്ടിട്ടുണ്ട്, അവർക്കറിയാം അവരെക്കാൾ നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്തിട്ടാണ് നമ്മളിരിക്കണേ. അപ്പോൾ അവർ ആ ഒരു ഡിസിഷൻ അവർ തന്നെയാണ് എടുക്കുക. എങ്കിൽ പോലും ആ ഡിസിഷൻ അവർ എടുക്കുന്നതിന് മുമ്പ് നമ്മളോട് ഗൈഡൻസ് എടുക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് ഇഷ്ടത്തോടെ അവർ ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ലോങ് ടേം ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം നിങ്ങളത് ബിൽഡ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അഡ്വൈസ് കൊടുക്കുന്നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, അവരെ കേൾക്കാൻ തുടങ്ങുക. ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ ഒരു കാര്യത്തിന് പറ്റും. ഞാനിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് ശരിക്കും ഈ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ ഫ്രണ്ടുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ട് ആ കുട്ടിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ പോയപ്പോൾ അവൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് മൂവ് ഔട്ട് ചെയ്തു, ഡിപ്രഷനിലേക്കൊക്കെ മൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവൾക്ക് വന്നപ്പോൾ എനിക്കത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. എങ്കിൽ പോലും ഞാൻ അവളെ കുറ്റപ്പെടുത്താതെ അവളെ മനസ്സിലാക്കാനും അവളുടെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിട്ട് മാറാനുമാണ് ഞാൻ ആ ഒരു സമയം ചെലവഴിച്ചത്. അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒറ്റ സിറ്റുവേഷനിൽ ആ ഒരു കുഞ്ഞിനെ മനസ്സിലാക്കാൻ ഞാൻ കാണിച്ച ആ ഒറ്റ റീസണാണ് ഇന്ന് എൻ്റെ മോള് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് ഇന്ന് കൂടുള്ളതിൻ്റെ കാരണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അഡ്വൈസിനേക്കാൾ പ്രധാനമാണ് നമ്മൾ അവരെ കേൾക്കാനും അവരെ ജഡ്ജ് ചെയ്യാതെ അവരുടെ ഒരു സേഫ് സ്പേസ് ആയിട്ട് മാറാനും തുടങ്ങിയ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും അവർ നമ്മുടെ അടുത്ത് വരും, അവർ നമ്മളെ കേൾക്കും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ടീനേജിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? റെസ്പെക്റ്റാണ്. അപ്പോൾ അവനെ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ അവൻ നമ്മളോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എൻ്റെ കൊച്ചല്ലേ, ഞാൻ അവനെ എന്തിനാ ബഹുമാനിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കുക, അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ ഒരു ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ആ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുക, നീ പോരടാ, നീ മണ്ടനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളവരെ
വീടുകളിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഈ ഒരു എന്താണ് പരിഹാസവും ഇതൊക്കെ കമ്പാരിസണും ഒക്കെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ളതാണെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതൊക്കെ നിങ്ങളിങ്ങനെ വാരി കോരി മക്കൾക്ക് കൊടുത്ത എന്താ പ്രശ്നം എന്നറിയാമോ? അവരുടെ സെൽഫ് എസ്റ്റീമിനെയാണ് നിങ്ങൾ കുറയ്ക്കുന്നത്. അപ്പൊ അവനവനുള്ളൊരു വിശ്വാസം ഇല്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോകണ എവിടെയാണ്? സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആ കുഞ്ഞ് ജഡ്ജ് ചെയ്യപ്പെടുന്നത് സ്വന്തം വീട്ടിലാണ്. അപ്പൊ അവനെ അവനായിട്ട് കാണാനും അവനെ റെസ്പെക്ട് ചെയ്യാനും അവൻ്റെ ഒരു സ്ട്രെങ്തിനെയും വീക്ക്നെസ്സിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ സ്ട്രെങ്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും മാതാപിതാക്കൾ റെഡിയാകുമ്പോഴാണ് ആ ഒരു കുഞ്ഞുണ്ടല്ലോ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് വികാസം പ്രാപിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഈ റെസ്പെക്റ്റ് എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ശരിക്കും എന്ത് റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഉറപ്പായിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ബേസ് ചെയ്യുക, അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ അവരോട് പറയണ ഓരോ വാക്കുകളും വളരെ സൂക്ഷിച്ച് പറയുക. നല്ല വാക്കുകൾ സംസാരിക്കുക. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നീ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആകുള്ളൂ, നിനക്ക് മുട്ടയെ കിട്ടുള്ളൂ, ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന ഒരു വാക്കുകൾ പോലും ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ നമ്മളുടെ കുഞ്ഞാണ്, നമ്മൾ 100% അവരെ തിരുത്തണം, അവർ ചെയ്യുന്ന തെറ്റുകളിൽ കൂടെ നിൽക്കാൻ പാടില്ല. ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ ഇൻസൾട്ട് ചെയ്യാതെ അവരെ തിരുത്താൻ മാതാപിതാക്കൾക്ക് പറ്റുക എന്നുള്ളതാണ്. കാര്യം ഇൻസൾട്ടുകൾക്ക് സ്ഥാനമില്ല. കാര്യം ഒരു കുഞ്ഞ് അവൻ്റെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതം ജീവിക്കാനും പഠിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവൻ്റെ വീട്ടിൽ അവന് എത്ര വാല്യൂ കിട്ടുന്നുണ്ട്, എത്ര റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ആ കുഞ്ഞിനോട് അച്ഛനും അമ്മയും പെരുമാറുന്നുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒപ്പം നിങ്ങൾ വേറെ ആൾക്കാരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, ഇതൊക്കെ അവൻ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ നമ്മുടെ സിബ്ലിങ്സിനോട്, നമ്മുടെ പാരൻസിനോട്, നമ്മുടെ കൊളീഗ്സിനോട്, നമ്മുടെ നൈബേഴ്സിനോട്, നമ്മുടെ സ്വന്തം പങ്കാളിയോട് എങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്യാനുണ്ട്. അപ്പം ഇതെല്ലാം കുഞ്ഞ് പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം കൊടുക്കുക, നമ്മളുടെ ജീവിതം തന്നെ എന്തായിട്ട് മാറ്റുക, ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ലൈഫായിട്ട് നോക്കുക. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു എനർജി ഉണ്ട്. അത് ആ ഒരു എനർജിയാണ് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പം വളരെ കോൺഷ്യസ് ആയിട്ട് നല്ല വാക്കുകൾ പറയാനും കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ തുടങ്ങിയ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹിക്കുന്നേക്കാൾ വലിയ ലെവലിൽ അവരെത്തിക്കാൻ ഈ ഒരു കാര്യത്തിന് സാധിക്കും. അപ്പൊ 4ാമത്തെ പോയിന്റ്, ഈ ടീനേജ് കുട്ടികളൊക്കെ ചിലപ്പോൾ ആ ഒരു ഏജിൽ വരുമ്പോൾ അവർക്കൊരു റൂം വേണം, അവർക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം, ഇതൊക്കെ അവർ ഇഷ്ടപ്പെടും. കാര്യം കുറച്ച് പ്രൈവസി വേണം, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം വേണം എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അവർ ആ ഒരു വളർച്ചയുടെ ഒരു സമയത്താണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഉള്ള ലെവലിലേക്ക് അവരെ തന്നെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അവർ പറയും, എനിക്ക് കുറച്ച് ഡോർ അടച്ചിരിക്കണം, ചില കാര്യങ്ങൾ എനിക്ക് ശരിക്കും എന്താ വെച്ചാൽ എല്ലാ കാര്യം എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയൊക്കെ ഈ ഒരു പ്രായത്തിൽ വരാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ അവരുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം തന്നെയാണ്. അപ്പം ഈ ഒരു ഘട്ടത്തെ റെസ്പെക്റ്റ് ചെയ്യാനും, പക്ഷേ എങ്കിൽ പോലും നമ്മൾക്ക് അവരുടെ മുമ്പിൽ ഒരു കണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാം നമ്മളിങ്ങനെ സംശയത്തോടെ കാണാൻ ഞാൻ പറയുന്നില്ല. കാര്യം സംശയത്തോടെ നമ്മൾ അവരെ വീക്ഷിച്ച എന്താണോ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അത് നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ആവുക ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഒരു അലേർട്ടായിരിക്കണം. നമ്മളെപ്പോഴും നമ്മൾ നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പോകുന്നുണ്ട്. കണ്ണും അടച്ചിട്ട് വിശ്വസിക്കാൻ ഞാൻ പറയണില്ല, പക്ഷെ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യണം. ആ ട്രസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു അലേർട്ടായിട്ട് നമ്മൾ അവരെ ഒരു ബാലൻസ് ചെയ്യണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം. അല്ലാതെ സംശയദൃഷ്ടിയോട് മക്കളെ കാണരുത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടിട്ടാണ് വളരണത്. അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ആവശ്യമില്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ അവർക്ക് കൊടുക്കണില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ പോലെ ആകുള്ളൂ, വേറെ ആൾക്കാരെ പോലെ ആകില്ല. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക. നമ്മളെപ്പോഴും പറയില്ലേ, മത്തൻ കുത്തിയ കുമ്പളുണ്ടാവില്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ട്രസ്റ്റ് ചെയ്യുക. അവരെ ഒരു നല്ല രീതിയിൽ സത്യസന്ധതയോടെ ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തിയും ഒരു പഠിപ്പും ഒക്കെ കിട്ടണത് എവിടെ നിന്നാ?
സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർ ഉറപ്പായിട്ടും നമ്മളെ തന്നെ കാണുന്നത് കൊണ്ടും നമ്മളുടെ ജീവിത രീതികൾ പഠിക്കുന്നത് കൊണ്ടും സബ് കോൺഷ്യസ്ലി അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് തന്നെയായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളോട് സംശയമൊന്നും വേണ്ട, അവർ വിശ്വസിക്കുക. പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ലെവലിലേക്കാണ് ടീനേജേഴ്സ് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. എഗെയിൻ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, പല വീടുകളിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമൊക്കെ പറയണമെങ്കിലുണ്ടല്ലോ നേരെ വിളിച്ചിങ്ങനെ ഇരുത്തിയിട്ട് സംസാരിക്കുന്ന ഒരു മെത്തേഡാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നോർമലി ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും അവരോട് വളരെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ ഞാൻ പറയും, കാരണം നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ഡ്രൈവ് പോയാലോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ലൊരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്താലോ, ഇങ്ങനെയുള്ള ലെവലിലേക്ക് ആണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് അവർക്കൊരു സീരിയസ് എൻവയോൺമെൻറ്റ് കൊടുക്കുകയൊന്നുമില്ല, പക്ഷെ അവർ പോലും അറിയാതെ പറയേണ്ട കാര്യങ്ങൾ പയ്യെ അവരുടെ ഒരു മനസ്സിലേക്ക് കൊണ്ടിടുക ചെയ്യണേ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും അവരോട് വളരെ ഡീപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നടക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോകും. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പിള്ളേരോട് ചോദിക്കും ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണോ, അപ്പോൾ കാരോട് പറയും ഇന്നൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ, ശരി നമുക്കെങ്കിൽ ബ്രൗണി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ പോണതിൻ്റെ ഇടയിലായിരിക്കും ഞാൻ അവരോട് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഈ ഒരു സംസാരം ബേസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ, അപ്പോൾ അവർ വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും, അവർക്ക് ഒരു പ്രഷറും ഇല്ല. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യം വളരെ ക്ലീനായിട്ട് അവരുടെ ഉള്ളിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഫേസിൽ വലിയ എക്സ്പ്രഷൻ ഉണ്ടാവില്ല, സീരിയസ്നെസ് ഉണ്ടാവില്ല, ഒന്നുമില്ല, വളരെ കാഷ്വലാണ്. പക്ഷെ പറയേണ്ട കാര്യം വളരെ നല്ല രീതിയിൽ ഡെപ്തിൽ അവരുടെ ഉള്ളിൽ കൊണ്ട് കയറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയാണ് ചെയ്യണമെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്തൊക്കെ ഞാനിങ്ങനെ പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ജയ് വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ആഹാ ഇത്ര ഫാസ്റ്റായിട്ട് നീ അവരോട് അത് കൊടുത്ത്, നീ അവരോട് ആ ഒരു കാര്യം പറഞ്ഞ കൊള്ളാല എന്നിങ്ങനെ പറയും. 5 minutes പോലും എടുക്കില്ല നമ്മൾ ആ ഒരു സെറ്റപ്പിൽ പിള്ളേരെ അങ്ങ് കയ്യിലേക്ക് പിടിക്കാൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എല്ലാത്തിനും ഈ അടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളവരെ വളരെ കൂളായിട്ട് വളരെ ഫണ്ണായിട്ട്, പക്ഷെ ആ സീരിയസ്നെസ് എടുത്ത് അവരിലേക്ക് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അവർക്കത് മനസ്സിലാവും. അവരതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.